ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ കൊട്ടിയൂർ പോയതിൻ്റെ വിശേഷമാണ് പറയാൻ പോകുന്നത്. ഞാനും മക്കളും ഹസ്ബൻഡും കൂടി കൊട്ടിയൂർ പോവുകയാണ്. കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ പോയിട്ട്. ഇക്കൊല്ലം ആ സമയത്തുമ്പോൾ പോകണം എന്നുള്ള തോന്നലാണ്. അങ്ങനെ നമ്മളവിടെ എത്തി. പിന്നെ അവിടെ പോവും എല്ലാം ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ഇവിടെ അനവധി ജനമായിരുന്നു ഉണ്ടായത്. ഭയങ്കര തിരക്കും ഭയങ്കര മഴയുള്ള ടൈമിലായിരുന്നു നമ്മൾ വന്നത്. പക്ഷേ ഇക്കൊല്ലം അങ്ങനെയില്ല, അധികം തിരക്കില്ല. ഞാൻ 4ാമത്തെ ദിവസമാണ് ഞാനിങ്ങോട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ 2 ഓടപ്പൂവെല്ലാം വാങ്ങി അമ്പലത്തിലെത്തി തൊഴുത് വെള്ളത്തിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ. ഈ അമ്പലം കാണാനും എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ നല്ലോണം ദൈവത്തിനെല്ലാം തൊഴുത് മക്കളും എല്ലാവരും നല്ലോണം തൊഴുത് ഈ ഒരു ഏരിയ തന്നെ പ്രകൃതിയോട് ചേർന്നിണങ്ങിയിട്ടുള്ളൊരു അമ്പലമാണിത്. നമ്മളിവിടെ എല്ലാം വന്ന് അപ്പോൾ കുട്ടികൾ ഒരേ ഭാഗ്യം ആനേനെ കാണുന്നില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മളിങ്ങനെ ഒരു 2-3 ഫോട്ടോസെല്ലാം എടുത്ത് തിരിഞ്ഞ് നോക്കുമ്പോണ്ട് ഒരാന അവിടെ നിൽക്കുന്നത് ഉണ്ടായത്. ആ ആനേൻ്റെ മുന്നിൽ എൻ്റെ മോള് ഫോട്ടോ എടുത്തതാണിത്. അങ്ങനെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് പോയിട്ട് വന്ന്. ഇതെല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഒരു കൊല്ലം പോയെങ്കിൽ പിന്നെ ആ സമയമാകുമ്പോൾ നമുക്ക് പോകണം എന്നുള്ള ചിന്ത വരുന്നതാണ് പറയുന്നത്. പക്ഷെ അത് സത്യമാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം പോയി, ഇക്കൊല്ലം എനിക്ക് പോകണം തന്നെയായിരുന്നു.